ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് അക്കൗണ്ടിംഗ് ബേസിക്സ് ആണ്. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. അക്കൗണ്ടിംഗ് എന്നാൽ ഒരു സ്ഥാപനത്തിന്റെ സാമ്പത്തിക ഇടപാടുകൾ, ഫിനാൻഷ്യൽ ട്രാൻസാക്ഷനുകൾ രേഖപ്പെടുത്തുകയും ക്രമീകരിക്കുകയും സംഗ്രഹിക്കുകയും ചെയ്യുന്ന പ്രോസസ്സാണ്. അക്കൗണ്ടിംഗ് വഴി ഒരു ബിസിനസിന്റെ പണവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ക്ലിയർ ആയി മനസ്സിലാക്കാം. അതുകൊണ്ടാണ് അക്കൗണ്ടിങ്ങിനെ ലാംഗ്വേജ് ഓഫ് ബിസിനസ് എന്ന് വിളിക്കുന്നത്. ഇനി നമുക്ക് ഡെഫിനിഷൻ നോക്കാം. The American Institute of Certified Public Accountants defines accounting as an art of recording, classifying, and summarizing in a significant manner and in terms of money, transactions and events which are in part at least of a financial character and interpreting the results thereof. ഇതിനെക്കുറിച്ച് നമ്മൾ പറയുകയാണ്. അക്കൗണ്ടിംഗ് ഇസ് ആൻ ആർട്ട് ഓഫ് റെക്കോർഡിംഗ്. ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് ശരിയായ രീതിയിൽ രേഖപ്പെടുത്തുന്ന അല്ലെങ്കിൽ റെക്കോർഡ് ചെയ്യുന്ന ഒരു കലയാണ് അക്കൗണ്ടിംഗ്. ജേണൽ വഴിയാണ് നമ്മൾ ജേണലും സബ്സിഡറി ബുക്സും വഴിയാണ് നമ്മൾ റെക്കോർഡിംഗ് നടത്തുന്നത്. അടുത്തതാണ് ക്ലാസിഫയിങ്. വിവിധ വിഭാഗങ്ങളിൽ ട്രാൻസാക്ഷനെ ക്രമീകരിക്കുന്നു. അതായത് ലെഡ്ജർ ചെയ്യുന്നത് വഴി അസറ്റ്സ്, ലയബിലിറ്റീസ്, ഇൻകം, എക്സ്പെൻസ് എന്നിങ്ങനെ ഗ്രൂപ്പ് ചെയ്യുന്നു. അതാണ് ക്ലാസിഫയിങ്. സമ്മറൈസിങ്. അക്കൗണ്ടിങ്ങിൽ സമ്മറൈസിങ് എന്ന് പറഞ്ഞാൽ റെക്കോർഡ് ചെയ്ത ട്രാൻസാക്ഷൻസിനെ വ്യക്തമായ രൂപത്തിൽ കമ്പയർ ചെയ്ത് ഫൈനൽ അക്കൗണ്ട്സ് തയ്യാറാക്കുന്നു. ഇതുകൊണ്ട് ഒരു സ്ഥാപനത്തിന്റെ പ്രോഫിറ്റ് ഓർ ലോസും അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസും ഒക്കെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ കഴിയും. ജേണൽ ആൻഡ് ലെഡ്ജർ എൻട്രീസിൽ നിന്ന് ട്രയൽ ബാലൻസ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ് എന്നിവ തയ്യാറാക്കും. ഇതാണ് സമ്മറൈസിംഗ് എന്ന് പറയുന്നത്. അടുത്തത് നമ്മൾ പറയുന്നത് സിഗ്നിഫിക്കന്റ് മാനർ. അക്കൗണ്ടിങ്ങിൽ സിഗ്നിഫിക്കന്റ് മാനർ എന്ന് പറഞ്ഞാൽ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷനുകളെ വ്യക്തമായ, ഉപകാരപ്രദമായ രീതിയിൽ അവതരിപ്പിക്കുക എന്നതാണ്. അതായത് എല്ലാ ചെറുതും വലുതുമായ വിവരങ്ങളും കൊണ്ട് ബിസിനസിന്റെ സാമ്പത്തിക സ്ഥിതി സാധാരണക്കാരനും ഡിസിഷൻ മേക്കേഴ്സിനും മനസ്സിലാക്കാൻ കഴിയുന്ന വിധം കാണിക്കുന്ന രീതിയാണ്. ട്രാൻസാക്ഷൻസിനെ ജേണൽ ആൻഡ് ലെഡ്ജറിൽ റെക്കോർഡ് ചെയ്ത ശേഷം അവ ട്രയൽ ബാലൻസ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ് ക്ലിയർ ആൻഡ് മീനിങ് ഫുൾ ഫോമിൽ പ്രസന്റ് ചെയ്യുന്നു. ഇതാണ് സിഗ്നിഫിക്കന്റ് മാനർ. മനസ്സിലായില്ലേ? അടുത്ത ടേമാണ് ഇൻ ടേംസ് ഓഫ് മണി. അക്കൗണ്ടിങ്ങിൽ ഇൻ ടേംസ് ഓഫ് മണി എന്ന് പറഞ്ഞാൽ എല്ലാ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷനുകളും പണത്തിന്റെ അളവിൽ റെക്കോർഡ് ചെയ്യുകയും എക്സ്പ്രസ് ചെയ്യുകയും ചെയ്യുന്നു എന്നാണ്. അതുകൊണ്ട് ഫിനാൻഷ്യൽ ഇൻഫർമേഷനുകളെ മെഷർ ചെയ്യാനും കമ്പയർ ചെയ്യാനും അനലൈസ് ചെയ്യാനും സാധിക്കും. ഇപ്പൊ എക്സാമ്പിൾ പറഞ്ഞാല് കമ്മീഷൻ റിസീവ്ഡ് 10,000. ഇവിടെ 10,000 രൂപയുടെ കമ്മീഷൻ കിട്ടിയെന്നാണ്. അതുപോലെ പർച്ചേസ് ഓഫ് ഗുഡ്സ് 5,000, പർച്ചേസ് ഓഫ് ഗുഡ്സ് ₹5,000. ഇവിടെ 5,000 രൂപയുടെ ഗുഡ്സ് വാങ്ങി. അല്ലേ? ഇവയെല്ലാം നമ്മൾ എങ്ങനെ പറയുന്നത്? മോണിറ്ററി ടേംസ്. അതുകൊണ്ടാണ് മോണിറ്ററി ടേംസിലാണ് റെക്കോർഡ് ചെയ്യുന്നത്. അടുത്തത് ഇന്റർപ്രറ്റിംഗ് ദ റിസൾട്ട്സ്. ഇന്റർപ്രറ്റിംഗ് ദ റിസൾട്ട്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ തയ്യാറാക്കിയ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിനെ അനലൈസ് ചെയ്ത് ഒരു സ്ഥാപനത്തിന്റെ പ്രോഫിറ്റ്, ലോസ്, അസറ്റ്, ലയബിലിറ്റീസ് എന്നിവയൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും. ഇതുകൊണ്ട് മാനേജ്മെന്റിനും ഇൻവെസ്റ്റേഴ്സിനും പ്രോപ്പർ ഡിസിഷനുകൾ എടുക്കാൻ സാധിക്കും. ചുരുക്കി പറഞ്ഞാൽ അക്കൗണ്ടിംഗ് എന്നത് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷനുകളെ റെക്കോർഡ് ചെയ്യുകയും ക്ലാസിഫൈ ചെയ്യുകയും സമ്മറൈസ് ചെയ്യുകയും ഇന്റർപ്രറ്റ് ചെയ്യുകയും ചെയ്യുന്ന കലയും പ്രോസസ്സുമാണ് എന്നാണ് പറയുന്നത്. അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത് അക്കൗണ്ടിംഗ് സൈക്കിൾസ് ആണ്. അക്കൗണ്ടിംഗ് സൈക്കിൾ എന്ന് പറയുന്നത് ഒരു ബിസിനസിന്റെ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷനുകൾ റെക്കോർഡ് ചെയ്യുകയും ക്ലാസിഫൈ ചെയ്യാനും സമ്മറൈസ് ചെയ്യാനും ഇന്റർപ്രറ്റ് ചെയ്യാനും പിന്തുടരുന്ന സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ് ആണ്. ഇനി നമുക്ക് അക്കൗണ്ടിംഗ് സൈക്കിൾസിന്റെ സ്റ്റെപ്സ് പറയാം. ഒന്നാമത്തേതാണ് ഐഡന്റിഫൈങ് ദ ട്രാൻസാക്ഷൻ. ബിസിനസ്സിൽ സംഭവിക്കുന്ന എല്ലാ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷനുകളും ഐഡന്റിഫൈ ചെയ്യുക. ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞാൽ ക്യാഷ് റിസീവ്ഡ്, അതൊരു ട്രാൻസാക്ഷൻ അല്ലേ? അതേപോലെ പർച്ചേസ്, സെയില്, ഇങ്ങനെ ഓരോ ട്രാൻസാക്ഷനുകളെയും ഐഡന്റിഫൈ ചെയ്യുക. അതാണ് ഐഡന്റിഫൈങ് ദ ട്രാൻസാക്ഷൻ. രണ്ടാമത്തേതാണ് പറയുന്നത്
റെക്കോർഡിംഗ് ഇൻ ജേണൽ. ട്രാൻസാക്ഷനുകളെ ക്രോണോളജിക്കൽ ഓർഡർ റെക്കോർഡ് ചെയ്യുക. ക്രോണോളജിക്കൽ ഓർഡർ എന്ന് പറഞ്ഞാൽ സംഭവിക്കുന്ന അതേ രീതിയിൽ ഓരോ ട്രാൻസാക്ഷനുകളും സംഭവിക്കുന്ന ഓർഡറിൽ തന്നെ ജേണലിൽ റെക്കോർഡ് ചെയ്യണം. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറഞ്ഞാല് 1-ാം തീയതി ഗുഡ്സ് പർച്ചേസ് ചെയ്തു, അതുപോലെ 2-ാം തീയതി സെയിൽ ചെയ്തു, 3-ാം തീയതി കമ്മീഷൻ കിട്ടി. ഇത് അതേ ഓർഡറിൽ തന്നെ റെക്കോർഡ് ചെയ്യണം. അതാണ് പറയുന്നത്. നെക്സ്റ്റ് പറയുന്നത് പോസ്റ്റിംഗ് ടു ലെഡ്ജർ. അടുത്തത് ലെഡ്ജറിൽ പോസ്റ്റ് ചെയ്യുന്നതാണ് പറയുന്നത്. ജേണലിൽ റെക്കോർഡ് ചെയ്ത ജേണൽ എൻട്രീസിനെ റിലവന്റ് ലെഡ്ജർ അക്കൗണ്ടിലേക്ക് പോസ്റ്റ് ചെയ്യുക. ആ പ്രോസസ്സിനെ പറയുന്നതാണ് പോസ്റ്റിംഗ്. അതായത് സാലറീസുമായി ബന്ധപ്പെട്ട് എഴുതിയ ജേണൽ എൻട്രി സാലറീസ് അക്കൗണ്ടിൽ റെക്കോർഡ് ചെയ്യുക. അതുപോലെ കമ്മീഷൻ റിസീവ് ചെയ്യുന്ന ഒരു ജേണൽ എൻട്രി ഉണ്ടെങ്കിൽ അത് കമ്മീഷൻ റിസീവ്ഡ് അക്കൗണ്ടിൽ തന്നെ പോസ്റ്റ് ചെയ്യുക. ഇങ്ങനെ ഓരോ ജേണൽ എൻട്രീസിനെ ക്ലാസിഫൈ ചെയ്ത് അതത് ലെഡ്ജർ അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്യുന്നു. നെക്സ്റ്റ് പ്രോസസ് ആണ് എന്ത്? പ്രിപ്പയറിംഗ് ട്രയൽ ബാലൻസ്. നമ്മൾ ലെഡ്ജറിലേക്ക് എൻട്രീസിനെ പോസ്റ്റ് ചെയ്തില്ലായിരുന്നോ? അങ്ങനെ വർഷാവസാനം, അതായത് ഫിനാൻഷ്യൽ ഇയറിന്റെ അവസാനം ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് തയ്യാറാക്കുന്നതിന് വേണ്ടി നമ്മൾ ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യും. ട്രയൽ ബാലൻസ് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത്? ഇയർ എൻഡിൽ ഓരോ ലെഡ്ജർ അക്കൗണ്ട്സിന്റെയും ബാലൻസ് എടുത്ത് ഡെബിറ്റ് ക്രെഡിറ്റ് ആണോ, ഓരോ ബാലൻസ് ഉണ്ടാകില്ലേ, ചിലത് ഡെബിറ്റ് ആയിരിക്കും, ചിലത് ക്രെഡിറ്റ് ആയിരിക്കും. അതെടുത്ത് നമ്മൾ എവിടെ എടുക്കും? ട്രയൽ ബാലൻസിൽ എഴുതും. എന്നിട്ട് ഡെബിറ്റ് ഈസ് ഇക്വൽ ടു ക്രെഡിറ്റ് ആണോ എന്ന് വെരിഫൈ ചെയ്യും. ഇതാണ് ട്രയൽ ബാലൻസിൽ നമ്മൾ ചെയ്യുന്നത്. അടുത്തതാണ് അഡ്ജസ്റ്റ്മെന്റ് എൻട്രീസ്. എല്ലാ അഡ്ജസ്റ്റ്മെന്റ് എൻട്രീസുകളും പ്രോപ്പർ ആയിട്ട് റെക്കോർഡ് ചെയ്യുകയും ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യുന്നതിന് മുൻപ് അഡ്ജസ്റ്റ് ചെയ്യുകയും വേണം. അതാണ് കുറെ അഡ്ജസ്റ്റ്മെന്റ് എൻട്രീസ് ഉണ്ടാവുകയല്ലേ. ഇപ്പൊ ഡിപ്രീസിയേഷൻ വരും, ബാഡ് ഡെപ്റ്റ്, പ്രൊവിഷൻസ്, അങ്ങനത്തെ പലതും നമ്മൾ ചെയ്യില്ലേ. അതാണ് ഇവിടെ പറയുന്നത്. നെക്സ്റ്റ് പറയുന്നത് അഡ്ജസ്റ്റഡ് ട്രയൽ ബാലൻസ്. അഡ്ജസ്റ്റ്മെന്റ് എൻട്രീസ് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷം വേണമെങ്കിൽ നമുക്ക് അഡ്ജസ്റ്റഡ് ട്രയൽ ബാലൻസ് കൂടി പ്രിപ്പയർ ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് പറയുന്നതാണ് ക്ലോസിംഗ് എൻട്രീസ്. ടെമ്പററി അക്കൗണ്ട്സ് ഓർ ഓൾ നോമിനൽ അക്കൗണ്ട്സ്, അതായത് റവന്യൂ ഓർ എക്സ്പെൻസ് തുടങ്ങിയ അക്കൗണ്ട്സ് നമ്മൾ ക്ലോസ് ചെയ്യും. അങ്ങനെ പറഞ്ഞാൽ ട്രേഡിംഗ് ഓർ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്ന് കണ്ടുപിടിക്കും. അതിനുശേഷം കിട്ടുന്ന പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്തു ആകട്ടെ, അത് നമ്മൾ എങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്യും? ബാലൻസ് ഷീറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. ഏറ്റവും അവസാനം പറയുന്നതാണ് എന്ത്? ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്. ഇതെല്ലാം ചെയ്തതിന് ശേഷം നമ്മൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യുന്നു. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എന്തൊക്കെയാണ്? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ്, ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്. ഇതിൽ ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോഴാണ് നമ്മൾ നോമിനൽ അക്കൗണ്ട്സ് ക്ലോസ് ചെയ്യുന്നത്. ഇതാണ് അക്കൗണ്ടിംഗ് സൈക്കിള്. ഈ അക്കൗണ്ടിംഗ് സൈക്കിള് റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അടുത്തത് നമ്മൾ പറയാൻ പോകുന്നത് ഒബ്ജക്റ്റീവ്സ് ഓഫ് അക്കൗണ്ടിംഗ് ആണ്. ഒന്നാമത്തേത് to ascertain the amount of profit or loss made by the business. ബിസിനസ് നടത്തിയതിലൂടെ പ്രോഫിറ്റ് ആണോ ലോസ് ആണോ ഉണ്ടായതെന്ന് അറിയാൻ സാധിക്കും, അല്ലെ? നമ്മൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് തയ്യാറാക്കുമ്പോൾ നമുക്ക് അവസാനം കിട്ടില്ലേ പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്ന്. അതാണ് പറയുന്നത് പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്ന് കണ്ടുപിടിക്കാൻ സാധിക്കും. അടുത്തത് പറയുന്നത് ടു നോ ദി ഫിനാൻഷ്യൽ പൊസിഷൻ ഓഫ് ദി ബിസിനസ്. ബിസിനസിന്റെ സാമ്പത്തിക സ്ഥിതി അറിയുക, അതായത് എത്ര അസറ്റ് ഉണ്ട്, എത്ര ലയബിലിറ്റീസ് ഉണ്ട്, ക്യാപിറ്റൽ എത്രയുണ്ട് തുടങ്ങിയവയൊക്കെ അറിയുക എന്നതാണ് അടുത്ത ഒബ്ജക്റ്റീവ്. നെക്സ്റ്റ് പറയുന്നത് ടു പ്രൊവൈഡ് എ റെക്കോർഡ് ഫോർ കംപ്ലയൻസ് വിത്ത് സ്റ്റാറ്റ്യൂട്ട്സ് ആൻഡ് ലോ ആപ്ലിക്കബിൾ. ലോ പ്രകാരമാണ് നമ്മളൊക്കെ ചെയ്യുന്നത് എന്നതിനുള്ള ഒരു റെക്കോർഡാണ് നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്. അടുത്തത് ടു enable the readers to assess progress made by the business over a period of time. അതായത് ബിസിനസ് ഓരോ വർഷം കഴിയും തോറും എന്തൊക്കെ പ്രോഗ്രസ് ഉണ്ടായിട്ടുണ്ടെന്ന് അറിയാൻ സാധിക്കും. അതായത് ഈ വർഷത്തെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് നോക്കി നമുക്ക് കഴിഞ്ഞ വർഷത്തേതും തമ്മിൽ കമ്പയർ ചെയ്ത് നമുക്ക് എന്തൊക്കെ പ്രോഗ്രസ് ആണ് നമ്മുടെ ബിസിനസ്സിൽ ഉണ്ടായതെന്ന് അറിയാൻ സാധിക്കും. അടുത്താണ് ടു ഡിസ്ക്ലോസ് ഇൻഫർമേഷൻ നീഡഡ് ബൈ ഡിഫറെന്റ് സ്റ്റേക്ക് ഹോൾഡേഴ്സ്. സ്റ്റേക്ക് ഹോൾഡേഴ്സിന് ഫിനാൻഷ്യൽ റിസൾട്ട്, പൊസിഷന്, പെർഫോമൻസ് തുടങ്ങിയ എല്ലാ ഇൻഫർമേഷനുകളും
പ്രൊവൈഡ് ചെയ്യുന്നു. സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറയുന്നത് ഒരു ബിസിനസിന്റെ പ്രവർത്തനങ്ങളിൽ ഇൻട്രസ്റ്റ് ഉള്ള വ്യക്തികൾ, അല്ലെങ്കിൽ ഗ്രൂപ്പുകൾ, അല്ലെങ്കിൽ ഓർഗനൈസേഷൻ എന്നിവയാണ് നമ്മൾ സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറയുന്നത്. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഓണേഴ്സ് ഓഫ് ഷെയർ ഹോൾഡേഴ്സ്, ഇവരൊക്കെ സ്റ്റേക്ക് ഹോൾഡർ ആണ്. ഇവരുടെ ഇൻട്രസ്റ്റ് എന്താ? ബിസിനസ്സിൽ നിന്ന് ലാഭം കിട്ടുക, അല്ലെ? അതുകൊണ്ട് ഇവർക്ക് ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാകില്ലേ? അതുപോലെ ഒരാളാണ് എംപ്ലോയീസ്. എംപ്ലോയീസ് എന്തുകൊണ്ടായിരിക്കും ഇൻട്രസ്റ്റ്? അവർക്ക് സാലറി വേണം, അല്ലെ? അവരുടെ സാലറി, ശമ്പള സുരക്ഷ ഉറപ്പാക്കണം, അല്ലെ? അടുത്ത കസ്റ്റമേഴ്സിന് എന്താണ്? നമ്മൾ ബിസിനസ് പ്രൊവൈഡ് ചെയ്യുന്ന പ്രൊഡക്റ്റ് സർവീസിൽ ഗുണമേന്മ കസ്റ്റമേഴ്സിനെ സംബന്ധിച്ച് ഇമ്പോർട്ടന്റ് ആണ്. അതേപോലെ സപ്ലയേഴ്സിനെ സംബന്ധിച്ച് എന്തായിരിക്കും? അവർക്ക് പേയ്മെന്റ് കറക്റ്റ് സമയത്ത് കിട്ടുമോ ഇല്ലയോ എന്നൊക്കെയുള്ള ഒരു ഇതുണ്ടാകും. അതുകൊണ്ട് സപ്ലയേഴ്സ് ഒരു സ്റ്റേക്ക് ഹോൾഡർ ആണ്. പിന്നെ ക്രെഡിറ്റേഴ്സ് ഓർ ബാങ്ക്സ്. നമ്മൾ പലപ്പോഴും പല ബിസിനസ്സുകളും ബാങ്കിൽ നിന്നും ലോൺ എടുക്കുകയും മറ്റു ക്രെഡിറ്റേഴ്സിൽ നിന്നും പൈസ കടമൊക്കെ എടുത്താണല്ലോ നമ്മളൊരു ബിസിനസ് ഒക്കെ തുടങ്ങുക. അപ്പൊ ഇവരെ സംബന്ധിച്ച് ഈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്, ഈ ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ ഇവരെ സംബന്ധിച്ച് ഇമ്പോർട്ടന്റ് ആയിരിക്കും. കാരണം എന്താ? ഈ ബിസിനസിന് തിരിച്ചടവ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടോ എന്നൊക്കെ അറിയണ്ടേ? അതുകൊണ്ട് അവർ ഒരു സ്റ്റേക്ക് ഹോൾഡർ ആണ്. അടുത്തത് പറയുന്നത് ഗവൺമെന്റ് ഓർ സൊസൈറ്റി. അതായത് ഗവൺമെന്റിന് പ്രോപ്പർ ആയിട്ട് ഈ ബിസിനസ് ഒക്കെ നടത്തി ലാഭമൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിന്റെ നികുതിയൊക്കെ കിട്ടണ്ടേ? അതുകൊണ്ട് തന്നെ ഗവൺമെന്റ് ഒരു സ്റ്റേക്ക് ഹോൾഡർ ആണ്. ഇതൊക്കെയാണ് അക്കൗണ്ടിങ്ങിന്റെ മേജർ ഒബ്ജക്റ്റീവ്സ്. അടുത്തത് നമ്മൾ പറയാൻ പോകുന്നത് ഇവന്റ് ആൻഡ് ട്രാൻസാക്ഷനെ കുറിച്ചാണ്. An event is any occurrence that happens in a business. അക്കൗണ്ടിങ്ങിൽ ഇവന്റ് എന്ന് പറയുന്നത് ഒരു ബിസിനസ്സിൽ നടക്കുന്ന സംഭവങ്ങളാണ്. ഇറ്റ് മേ ഓർ മേ നോട്ട് ഹാവ് എ ഫിനാൻഷ്യൽ ഇമ്പാക്ട് ഓൺ ദി ബിസിനസ്. ചില ഇവന്റ്സ് ബിസിനസിന്റെ സാമ്പത്തിക നിലയെ ബാധിക്കും, മറ്റു ചിലത് ബിസിനസിന്റെ സാമ്പത്തിക നിലയെ ബാധിക്കുകയില്ല. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മുടെ ബിസിനസ്സിലേക്ക് ഹയറിംഗ് ആൻ എംപ്ലോയി, ഒരു ബിസിനസ്സിലേക്ക് ഒരു എംപ്ലോയിയെ നമ്മൾ അപ്പോയിന്റ് ചെയ്തു. അതിന് എന്തെങ്കിലും ഫിനാൻഷ്യൽ എഫക്ട് ഉണ്ടോ? നമ്മളെ സംബന്ധിച്ച് അതൊരു ഇവന്റ് ആണ്, അല്ലെ? ഒരു സംഭവം നടക്കുകയാണ് നമ്മുടെ ബിസിനസ്സിൽ. പക്ഷെ അതിന് അതൊരു ഫിനാൻഷ്യൽ എഫക്ട് ഉണ്ടോ? ഇല്ല. അതേസമയം സെയിൽ ഓഫ് ഗുഡ്സ്, നമ്മുടെ സാധനം നമ്മൾ കസ്റ്റമർക്ക് വിറ്റു, അതും നമ്മളെ സംബന്ധിച്ച്, ഒരു ബിസിനസിനെ സംബന്ധിച്ച് ഇവന്റ് ആണ്. പക്ഷെ അതിനെന്തുണ്ട്? ഫിനാൻഷ്യൽ എഫക്ട് ഉണ്ട്. കാരണം ഗുഡ്സ് സെയിൽ ചെയ്തു, നമുക്ക് ക്യാഷ് കിട്ടുന്നു. അതാണ് സെയിൽ ഓഫ് ഗുഡ്സ് എന്ന് പറയുന്നത്. അടുത്ത ടൈപ്സ് ഓഫ് ഇവന്റ്സിനെ കുറിച്ചാണ് പറയുന്നത്. ഫിനാൻഷ്യൽ ഇവന്റ്, affect financial position. Event that affect financial position, ബിസിനസിന്റെ സാമ്പത്തിക നിലയെ ബാധിക്കുന്ന ഇവന്റ് ആണ് ഫിനാൻഷ്യൽ ഇവന്റ് എന്ന് പറയുന്നത്. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, പർച്ചേസ് ഓഫ് മെഷീനറി. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇത് ഒന്ന് ക്ലാസിഫൈ ചെയ്ത് പറഞ്ഞതേ ഉള്ളൂ. പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് ക്യാഷ് പോകും, അതാണ് ഫിനാൻഷ്യൽ ഇവന്റ്. അടുത്തത് നോൺ ഫിനാൻഷ്യൽ ഇവന്റ്, ഡു നോട്ട് അഫക്ട് ഫിനാൻഷ്യൽ പൊസിഷൻ, അല്ലേ? ബാധിക്കാത്ത ഇവന്റിനെയാണ് നോൺ ഫിനാൻഷ്യൽ ഇവന്റ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ പറഞ്ഞാൽ അപ്പോയിന്റ്മെന്റ് ഓഫ് എ മാനേജർ. നമ്മൾ നമ്മുടെ സ്ഥാപനത്തിലേക്ക് ഒരു എംപ്ലോയിനെയോ മാനേജറെയോ അപ്പോയിന്റ് ചെയ്യുന്ന ആ ഒരു ഇവന്റില്ലേ, അതിനൊരു ഫിനാൻഷ്യൽ എഫക്റ്റ് ഇല്ല. അതാണ് നോൺ ഫിനാൻഷ്യൽ ഇവന്റ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് ട്രാൻസാക്ഷൻ ആണ്. A transaction is a business event that has a monetary impact on the financial position of the firm. ട്രാൻസാക്ഷൻ എന്നത് ഒരു ബിസിനസ്സിൽ സംഭവിക്കുന്ന പണത്തിൽ അളക്കാൻ അല്ലെങ്കിൽ പണത്തിന്റെ അളവിൽ രേഖപ്പെടുത്താവുന്ന സാമ്പത്തിക ഇടപാടാണ്. Every transaction is recorded in the books of accounts. ബുക്സ് ഓഫ് അക്കൗണ്ട്സില് എല്ലാ ട്രാൻസാക്ഷനും നമ്മൾ റെക്കോർഡ് ചെയ്തിരിക്കണം. കാരണം അത് പണത്തിൽ നമുക്ക് മോണിറ്ററി ടേംസിൽ അളക്കാൻ പറ്റുന്ന സാധനങ്ങളാണ്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ബൈയിങ് ഗുഡ്സ് ഫോർ ₹10,000. നമ്മൾ 10,000 രൂപയ്ക്ക് ഒരു ഗുഡ്സ് വാങ്ങിയാണ്. നമുക്ക് ഗുഡ്സ് വരുന്നു, ക്യാഷ് പോകുന്നു. പേയിങ് റെന്റ്, അത് നമ്മൾ റെന്റ് കൊടുക്കുന്നു. 2,000 രൂപ റെന്റ് നമ്മൾ കൊടുക്കുന്നു. അങ്ങനെ അതാണ് ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ടൈപ്സ് ഓഫ് ട്രാൻസാക്ഷൻ ആണ്. അതിനകത്ത് ഒന്നാമത്തേത് ഓൺ ദി ബേസിസ് ഓഫ് കൺസിഡറേഷൻ. കൺസിഡറേഷന്റെ ബേസിൽ ട്രാൻസാക്ഷനെ എത്രയായിട്ട് നമുക്ക് തരംതിരിക്കാം? 3 ആയിട്ട് തരംതിരിക്കാം. ക്യാഷ് ട്രാൻസാക്ഷൻ, ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ, ബാർട്ടർ ട്രാൻസാക്ഷൻ. ക്യാഷ് ട്രാൻസാക്ഷൻ, when payment is made immediately in cash,
പിന്നെ ക്യാഷ് പേയ്മെന്റ് ഉണ്ടാകുന്ന ഇടപാടിനെയാണ് ക്യാഷ് ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത്. എക്സാമ്പിൾ ഗുഡ്സ് സോൾഡ് ഫോർ ₹10,000 അല്ലെ, നമ്മുടെ ക്യാഷ് സെയിൽസ്. സെയിൽ നടന്ന ഉടനെ നമുക്ക് പൈസ കിട്ടുന്നു. അടുത്തതാണ് ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ. വെൻ പേയ്മെന്റ് ഈസ് പോസ്റ്റ്പോൺഡ് ടു എ ഫ്യൂച്ചർ ഡേറ്റ്. ക്യാഷ് പിന്നീട് നൽകുന്ന ഇടപാടുകളാണ് ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ. അവിടെ എക്സാമ്പിൾ വന്നത് ഗുഡ്സ് പർച്ചേസ്ഡ് ഓൺ ക്രെഡിറ്റ് ഫ്രം എ സപ്ലയർ. നമ്മൾ സപ്ലയറുടെ അടുത്ത് നിന്ന് ഗുഡ്സ് ക്രെഡിറ്റിൽ പർച്ചേസ് ചെയ്യുന്നു. നമ്മൾ പിന്നെ ആയിരിക്കും ഏതെങ്കിലും ഒരു ഫ്യൂച്ചർ ഡേറ്റിലാണ് നമ്മൾ ക്യാഷ് കൊടുക്കുക. അതാണ് ക്രെഡിറ്റ് പർച്ചേസ്. അടുത്ത ബാർട്ടർ ട്രാൻസാക്ഷൻ. വെൻ ഗുഡ്സ് ഓർ സർവീസസ് ആർ എക്സ്ചേഞ്ച്ഡ് വിതൗട്ട് മണി. പണമില്ലാതെ ഗുഡ്സിന് ഗുഡ്സ് അല്ലെങ്കിൽ എന്തെങ്കിലും സർവീസ്, അങ്ങനെ പണം ഇടപാട് അവിടെ ഇല്ല. പകരം ഒരു ഗുഡ്സ് വരുമ്പോൾ വേറൊരു ഗുഡ്സ് അല്ലെങ്കിൽ എന്തെങ്കിലും സർവീസ് എക്സ്ചേഞ്ച് ചെയ്യുന്നതിനെയാണ് ബാർട്ടർ ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത്. എക്സാമ്പിൾ ഇവിടെ പറയുന്നത് ഫർണിച്ചർ എക്സ്ചേഞ്ച്ഡ് ഫോർ ഓഫീസ് എക്യുപ്മെന്റ്. അത് പരസ്പരം എക്സ്ചേഞ്ച് ചെയ്യുന്നതിനെയാണ്. അതായത് ഇവിടെ ക്യാഷ് ട്രാൻസാക്ഷൻ ഉണ്ടായിരിക്കുകയില്ല. നെക്സ്റ്റ് ആണ് ഓൺ ദി ബേസിസ് ഓഫ് പാർട്ടീസ് ഇൻവോൾവ്ഡ്. എക്സ്റ്റേണൽ ട്രാൻസാക്ഷൻ എന്നും ഇന്റേണൽ ട്രാൻസാക്ഷൻ എന്നും നമുക്ക് വേർതിരിക്കാം. ആദ്യം എക്സ്റ്റേണൽ ട്രാൻസാക്ഷൻ ടേക്ക് പ്ലേസ് ബിറ്റ്വീൻ ദ ബിസിനസ് ആൻഡ് ആൻ ഔട്ട്സൈഡർ. ബിസിനസ്സും ഔട്ട്സൈഡറും തമ്മിലുള്ള ട്രാൻസാക്ഷൻ ആണ് എക്സ്റ്റേണൽ ട്രാൻസാക്ഷൻ. എക്സാമ്പിൾ പറഞ്ഞാൽ സെയിൽ ഓഫ് ഗുഡ്സ് ടു എ കസ്റ്റമർ. ഒരു കസ്റ്റമർക്ക് നമ്മൾ ഗുഡ്സ് കൊടുത്തു, അത് നമ്മുടെ ബിസിനസ്സും കസ്റ്റമർ എന്ന് പറയുന്നത് ഔട്ട്സൈഡിലുള്ള ഒരാളല്ലേ, അവരും തമ്മിലുള്ള ഒരു ട്രാൻസാക്ഷൻ ആണ്. അടുത്തത് പറഞ്ഞത് ഇന്റേണൽ ട്രാൻസാക്ഷൻ ടേക്ക് പ്ലേസ് വിതിൻ ദ ബിസിനസ്, നോ ഔട്ട്സൈഡ് പാർട്ടി ഇൻവോൾവ്ഡ്. ബിസിനസിന്റെ ഓൺ ആക്ടിവിറ്റീസ്, അതായത് നോ ഔട്ട്സൈഡ് പാർട്ടി ഇൻവോൾവ്ഡ്. ഒരു ഔട്ട്സൈഡ് പാർട്ടിയെ നമ്മളിവിടെ ഇൻവോൾവ് ചെയ്യിക്കുന്നില്ല. ബിസിനസിന്റെ ഉള്ളിൽ നടക്കുന്ന കാര്യങ്ങളാണ് എന്ത് ഇന്റേണൽ ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത്. അതിന്റെ ഒരു എക്സാമ്പിൾ ആണ് ഡിപ്രീസിയേഷൻ ചാർജ് ഓൺ മെഷീനറി. ഈ മെഷീനറിയിൽ ഡിപ്രീസിയേഷൻ ഒക്കെ ചാർജ് ചെയ്യുന്ന ഒരു ട്രാൻസാക്ഷൻ അല്ലേ. അത് എന്ന് വെച്ചാൽ അത് ബിസിനസിന്റെ ഉള്ളിൽ നടക്കുന്നതാണ്. അത് ഒരു ഔട്ട്സൈഡറുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? ഇല്ല, അത് ബിസിനസിന്റെ ഉള്ളിൽ നടക്കുന്നതാണ്. അതേപോലെ സ്റ്റോക്ക് ട്രാൻസ്ഫർ ഫ്രം വൺ ഡിപ്പാർട്ട്മെന്റ് ടു അനദർ. പല പല ഡിപ്പാർട്ട്മെന്റുകളിലുള്ള ഇതില് ഒരു ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് മറ്റൊരു ഡിപ്പാർട്ട്മെന്റിലേക്ക് സ്റ്റോക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. അവിടെ എന്തെങ്കിലും ഔട്ട്സൈഡേഴ്സ് വരുന്നുണ്ടോ? ഇല്ല, ആ ബിസിനസിന്റെ ഉള്ളിൽ അല്ലെങ്കിൽ ആ ഒരു ഇതിന്റെ ഉള്ളിൽ നടക്കുന്ന കാര്യങ്ങളാണ് ഇത്. അതാണ് ഇന്റേണൽ ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത്. അടുത്തത് നമ്മൾ പറയുന്നത് ഓൺ ദി ബേസിസ് ഓഫ് നേച്ചർ. അങ്ങനെ റവന്യൂ ട്രാൻസാക്ഷൻ എന്നും ക്യാപിറ്റൽ ട്രാൻസാക്ഷൻ എന്നും വേർതിരിക്കാം. റവന്യൂ ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞാൽ റിലേറ്റഡ് ടു ഡേ ടു ഡേ ഓപ്പറേഷൻ, റെക്കറിംഗ് ഇൻ നേച്ചർ ആണ്. അതായത് ഒരു ബിസിനസിന്റെ ഡേ ടു ഡേ ഓപ്പറേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇടപാടാണിത്. ഇത് റെക്കറിംഗ് നേച്ചർ ആണ്. അതായത് ഇപ്പം എന്താ പറയുക, സാലറി കൊടുക്കുക, റെന്റ് കൊടുക്കുക, അല്ലെ, അങ്ങനത്തെ നമ്മൾ റോ മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യുക, ഈ കാര്യങ്ങളൊക്കെ റെക്കറിംഗ് ആണ്. അതായത് ഡേ ടു ഡേ ഓപ്പറേഷന് നമ്മൾ സാലറി വെച്ചാൽ ഓരോ മാസാവസാനം നമ്മളിങ്ങനെ കൊടുത്തോണ്ടേയിരിക്കും അല്ലെ, ഓരോ മാസം കൂടുമ്പോൾ ഇത് കൊടുക്കും. റെക്കറിംഗ് ആണ്. അതായത് സാലറി കൊടുത്താലേ എംപ്ലോയീസ് വർക്ക് ചെയ്യുള്ളൂ, അതേപോലെ റോ മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്താലേ പ്രൊഡക്ഷൻ നടക്കുള്ളൂ അല്ലെ. ഡേ ടു ഡേ ഓപ്പറേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് ഇത് റവന്യൂ ട്രാൻസാക്ഷൻ. അടുത്തത് ക്യാപിറ്റൽ ട്രാൻസാക്ഷൻ റിലേറ്റഡ് ടു അസറ്റ്, ലയബിലിറ്റീസ് ഓർ ലോങ് ടൈം എഫക്റ്റ്. ലോങ് ടൈം എഫക്റ്റ് ഉള്ളവ, അതാണ് എന്ത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. അതിന്റെ ഒരു എക്സാമ്പിൾ ആണ് പർച്ചേസ് ഓഫ് ലാൻഡ്, ഇഷ്യൂ ഓഫ് ഷെയർസ്, ലോൺ ടേക്കൺ ഫ്രം ലോൺ. അതായത് നമ്മളൊരു ലാൻഡ് പർച്ചേസ് ചെയ്തു. ഈ ലാൻഡ് എന്ന് വെച്ചാൽ ഈ വർഷത്തേക്ക് മാത്രം നമ്മൾ ഉപയോഗിക്കുന്ന സാധനമാണോ? അല്ല, അതൊരു അസറ്റ് ആണ് അല്ലെ. ലോങ് ടൈമിലേക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ട്രാൻസാക്ഷൻ നടത്തിയിരിക്കുന്നത്. ഈ ലാൻഡിന്റെ ബെനിഫിറ്റ് നമുക്ക് കുറെ വർഷത്തേക്ക് നിൽക്കും. അതായത് റിലേറ്റഡ് ടു അസറ്റ് ഓർ ലയബിലിറ്റീസ്. പർച്ചേസ് ഓഫ് ലാൻഡ് എന്ന് പറഞ്ഞാൽ ലാൻഡ് എന്ന് പറഞ്ഞ അസറ്റ് നമുക്ക് കിട്ടും. ഇതാണ് ഇതിൽ പറയുന്നത്. അടുത്തത് നമ്മൾ പറയാൻ പോകുന്നത് ടൈപ്സ് ഓഫ് അക്കൗണ്ട്സ് എന്നാണ്. അക്കൗണ്ട്സിനെ രണ്ട് തരമായി തിരിക്കാം. എന്തൊക്കെ? പേഴ്സണൽ ആൻഡ് ഇംപേഴ്സണൽ അക്കൗണ്ട്. അതിനകത്ത് പേഴ്സണൽ അക്കൗണ്ടിൽ വരുന്നതാണ് നാച്ചുറൽ പേഴ്സൺസ്, ആർട്ടിഫിഷ്യൽ പേഴ്സൺസ്, റെപ്രസെന്റേറ്റീവ് പേഴ്സൺ. ഇനി ഇംപേഴ്സണൽ അക്കൗണ്ട്സിൽ വരുന്നതാണ് റിയൽ അക്കൗണ്ടും നോമിനൽ അക്കൗണ്ടും. ഇനി ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കാം കേട്ടോ. പേഴ്സണൽ അക്കൗണ്ട്. പേഴ്സണൽ അക്കൗണ്ട് എന്ന് വെച്ചാൽ അക്കൗണ്ട്സ് റിലേറ്റഡ് ടു പേഴ്സൺ. പേഴ്സണൽ അക്കൗണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ റിലേറ്റ് ചെയ്തിരിക്കുന്ന ആരെയാണ്? പേഴ്സൺ ആണ്. പേഴ്സണുമായി ബന്ധപ്പെട്ട് വരുന്നതെല്ലാം എവിടെയാണ്? പേഴ്സണൽ അക്കൗണ്ടിലാണ് വരുന്നത്. ദിസ് പേഴ്സൺ
ദിസ് പേഴ്സൺ കുഡ് ബി എ നാച്ചുറൽ പേഴ്സൺ ലൈക്ക്, ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അവിടെ എന്തെങ്കിലും പേര്, അതായത് നമ്മുടെ പേര് അല്ലെ, നാച്ചുറൽ പേഴ്സൺസ് അതാണ് പറയുന്നത്. അവരൊരു നാച്ചുറൽ പേഴ്സൺ ആകാം. അടുത്തത് ദ പേഴ്സൺസ് കുഡ് ഓൾസോ ബി ആർട്ടിഫിഷ്യൽ പേഴ്സൺ ലൈക്ക് കമ്പനീസ്, ബോഡി കോർപ്പറേറ്റ്, അസോസിയേഷൻ ഓഫ് പേഴ്സൺ, ABC ബാങ്ക്. ഇത് അതൊരു എക്സാമ്പിൾ പോലെ ഇട്ടാണ് കേട്ടോ. അതായത് ബാങ്ക്സ്, കമ്പനീസ്, കോർപ്പറേറ്റ് ബോഡീസ് അവരൊക്കെയാണ് എന്ത് ആർട്ടിഫിഷ്യൽ പേഴ്സൺസ് എന്ന് പറയുന്നത്. അടുത്തത് പറയുന്നതാണ് there could be a representative personal account. റെപ്രസെന്റേറ്റീവ് പേഴ്സണൽ അക്കൗണ്ടും ആകാം. അതിനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളിപ്പോ സാലറി പേബിൾ, നമുക്കറിയാം ഓരോ എംപ്ലോയിക്കും എത്ര സാലറി എന്ന് അറിയാം, എങ്കിലും അത് കളക്റ്റീവായി മൊത്തത്തിൽ പറയുന്നതാണ് സാലറി പേബിൾ. ഇതാണ് റെപ്രസെന്റേറ്റീവ് അക്കൗണ്ട്, റെപ്രസെന്റേറ്റീവ് പേഴ്സണൽ അക്കൗണ്ട്. ഇവിടെ കൂടുതൽ എക്സാമ്പിൾ പറയാം ഇൻഷുറൻസ്, പ്രീപെയ്ഡ്, റെന്റ് പേബിൾ അങ്ങനെ തുടങ്ങിയവയൊക്കെയാണ് എവിടെ വരുന്നത്, റെപ്രസെന്റേറ്റീവ് പേഴ്സണൽ അക്കൗണ്ടിൽ വരുന്നത്. അടുത്തത് നമ്മൾ പറയാൻ പോകുന്നത് റിയൽ അക്കൗണ്ട്. These are accounts related to asset. അസറ്റുമായി ബന്ധപ്പെട്ട് വരുന്ന അക്കൗണ്ട്സ് ആണ് റിയൽ അക്കൗണ്ട്. എക്സാമ്പിൾ പറഞ്ഞാല് എന്തൊക്കെയാണ്, ക്യാഷ്, സ്റ്റോക്ക്, ഗുഡ് വില്ല്, നമുക്കറിയുന്ന എല്ലാ അസറ്റുകളും എവിടെയാണ് വരുന്നത്, റിയൽ അക്കൗണ്ടിൽ. അതേപോലെയാണ് നോമിനൽ അക്കൗണ്ട്. These accounts are related to expenses or losses and incomes or gain. ഈ അക്കൗണ്ടിൽ റിലേറ്റ് ചെയ്തിരിക്കുന്ന എന്തൊക്കെയാണ്, എക്സ്പെൻസസ്, ലോസ് അല്ലെ, ചെലവുകള്, നഷ്ടങ്ങള്, വരുമാനം, ലാഭം തുടങ്ങിയവയുമായി ബന്ധപ്പെട്ടതാണ് ഏത്, നോമിനൽ അക്കൗണ്ട്. ഇവിടെ നമുക്ക് എക്സാമ്പിൾ ആയിട്ട് പറയാം സാലറി അക്കൗണ്ട്, കമ്മീഷൻ റിസീവ്ഡ് അക്കൗണ്ട്, ലോസ് ബൈ ഫയർ, അതൊക്കെ ലോസ്, മറ്റേത് എക്സ്പെൻസ്, ഇൻകം, ഈ വക കാര്യങ്ങളൊക്കെ വരുന്നത് എവിടെയാണ്, നോമിനൽ അക്കൗണ്ടിലാണ്. ഇനിയാണ് അക്കൗണ്ട് ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്യുന്ന റൂൾസിനെ കുറിച്ച് പറയുന്നത്. ഒരു മിനിറ്റ്. There are two approaches for deciding when to write on the debit side of an account and when to write on the credit side of account. രണ്ട് തരം അപ്രോച്ചസ് ആണ് നമുക്കുള്ളത്. ഏത് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യണം, ഏത് അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്യണം, അത് എപ്പോൾ ചെയ്യണം എന്നൊക്കെ നോക്കുന്നത് നമ്മൾ ഈ റൂളിന്റെ ബേസിലാണ്. ഇവിടെ രണ്ട് തരത്തിലുള്ള അപ്രോച്ച് ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അതിലൊന്നാണ് അമേരിക്കൻ അപ്രോച്ച് ഓർ മോഡേൺ അപ്രോച്ച്, രണ്ടാമത്തേതാണ് ബ്രിട്ടീഷ് അപ്രോച്ച് ഓർ ട്രഡീഷണൽ അപ്രോച്ച് ഓർ ഡബിൾ എൻട്രി സിസ്റ്റം. ഇനി നമുക്ക് ഇത് ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഫസ്റ്റ് വൺ ആണ് എന്ത്, അമേരിക്കൻ അപ്രോച്ച്. ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റിന്റെ റൂൾ അറിയാൻ ഈ അപ്രോച്ചിൽ ട്രാൻസാക്ഷനെ 5 ആയിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. ഏതൊക്കെയാണ്, To understand the rule of debit and credit, according to this approach, transactions are divided into 5 categories. ഏതൊക്കെയാണ് ഓർക്കണേ, ഒന്ന് അസറ്റ്, രണ്ടാമത്തേത് ലയബിലിറ്റീസ്, 3 ക്യാപിറ്റൽ, 4 ഇൻകം, 5 എക്സ്പെൻസ്. ഇനി ഇതിന്റെ റൂൾസ് ആണ് നമ്മൾ പറയുന്നത്. അസറ്റിന്റെ റൂൾ ആണ് ആദ്യം പറയുന്നത്. ഇൻക്രീസ് ഇൻ അസറ്റ് ആണെങ്കിൽ ഡെബിറ്റ് ചെയ്യും, അതായത് അസറ്റ് ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ അത് ഡെബിറ്റ് ചെയ്യും, ഡിക്രീസ് ഇൻ അസറ്റ് ആണെങ്കിൽ ക്രെഡിറ്റ് ചെയ്യും. ഇപ്പൊ നമ്മള് ക്യാഷ് കൊടുത്തൊരു ഫർണിച്ചർ വാങ്ങി അല്ലെ, അപ്പം എന്താണ് ഇവിടെ കൂടുന്നത്, ക്യാഷ് കൊടുത്ത് നമ്മൾ ഫർണിച്ചർ വാങ്ങി, അപ്പൊ ഫർണിച്ചർ എന്നുള്ള അസറ്റ് നമ്മുടെ അടുത്ത് കൂടി, അപ്പൊ നമ്മൾ ഫർണിച്ചർ ഡെബിറ്റ് ചെയ്യും. ഡിക്രീസ് ഇൻ അസറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മള് ഫർണിച്ചർ വാങ്ങിയത് എന്ത് കൊടുത്തിട്ടാണ്, ക്യാഷ് കൊടുത്തിട്ട്, അപ്പൊ ക്യാഷ് എന്ത് ചെയ്തു, കുറഞ്ഞു. ഈ കുറഞ്ഞ അസറ്റിന് നമ്മൾ എന്ത് ചെയ്യും, ക്രെഡിറ്റ് ചെയ്യും. ഫർണിച്ചർ അക്കൗണ്ട് ഡെബിറ്റർ ടു ക്യാഷ്. ഇതാണ് ഈ റൂളിൽ പറയുന്നത്. അടുത്തത് പറയുന്നത് ഫോർ ലയബിലിറ്റീസ്. അതിന്റെ റൂളാണ് ഡിക്രീസ് ഇൻ ലയബിലിറ്റീസ് ഡെബിറ്റ് ചെയ്യണം, ഇൻക്രീസ് ഇൻ ലയബിലിറ്റീസ് എന്ത് ചെയ്യണം, ക്രെഡിറ്റ് ചെയ്യണം അല്ലെ. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളൊരു ബാങ്കിൽ നിന്ന് ലോൺ എടുത്തു. ലോൺ എടുത്തു കഴിഞ്ഞപ്പോൾ നമുക്ക് എന്ത് കിട്ടി, ക്യാഷ് കിട്ടി അല്ലെ. അപ്പൊ ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് ടു ബാങ്ക് ലോൺ, നമ്മളെ സംബന്ധിച്ച് ആ ബാങ്ക് ലോൺ എന്നുള്ള ലയബിലിറ്റി ഇൻക്രീസ് ആയി അല്ലെ. നമ്മളിപ്പോ ഒരു ബാങ്ക് ലോൺ എടുത്തു, അപ്പൊ ആ ബാങ്ക് ലോൺ എന്നുള്ള ലയബിലിറ്റി നമ്മുടെ ഇൻക്രീസ് ആയി, അതുകൊണ്ട് തന്നെ അതിനെ ക്രെഡിറ്റ് ചെയ്തു. ഇവിടെ ക്യാഷ് ബാങ്ക് ലോൺ എടുത്തു, പക്ഷെ നമുക്ക് അപ്പൊ എന്ത് കിട്ടി, ക്യാഷ് കിട്ടിയില്ലേ. അപ്പൊ ക്യാഷ് എന്നുള്ള അസറ്റ് ഇൻക്രീസ് ചെയ്തതുകൊണ്ട് നമ്മൾ ഡെബിറ്റ് ചെയ്തു. ഇങ്ങനെയൊക്കെയാണ് ഈ റൂള് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത് കേട്ടോ. അടുത്ത ഫോർ ക്യാപിറ്റൽ, ഡിക്രീസ് ഇൻ ക്യാപിറ്റലിനെ ഡെബിറ്റ് ചെയ്യുക, ഇൻക്രീസ് ഇൻ ക്യാപിറ്റലിനെ ക്രെഡിറ്റ് ചെയ്യുക. ഇപ്പൊ ഓണർ കുറച്ച് ക്യാഷ് നമ്മുടെ ബിസിനസ്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തു, എന്തായിരിക്കും ജേണൽ എൻട്രി,
ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാപിറ്റൽ അല്ലെ. ആ ക്യാപിറ്റലിനെ നമ്മൾ ക്രെഡിറ്റ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? ക്യാപിറ്റൽ എന്നുള്ള അത് ഇൻക്രീസ് ചെയ്തു അല്ലെ. ഓണർ കുറച്ചുകൂടെ ക്യാപിറ്റൽ നമ്മുടെ അടുത്തോട്ട് കൊണ്ടുവന്നു, അപ്പൊ ഇൻക്രീസ് ചെയ്തു. ഓണർ എന്തായിട്ടാണ് ക്യാപിറ്റൽ കൊണ്ടുവന്നത്? ക്യാഷ് ആയിട്ട്. അപ്പൊ ക്യാഷ് എന്നുള്ള അസറ്റ് നമ്മുടെ അടുത്ത് കൂടി, സോ ആ അസറ്റ് കൂടുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഡെബിറ്റ് ചെയ്യും. കണ്ടോ, ഇങ്ങനെ എല്ലാം ബന്ധപ്പെട്ട് കിടക്കുന്നത് കേട്ടോ. അങ്ങനെയാണ് ഈ റൂള് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. അടുത്തത് ഫോർ ഇൻകംസ്. അതുപോലെ ഡിഗ്രീസ് ഇൻ ക്യാപിറ്റൽ. ഇപ്പം ഡിഗ്രീസ് ഇൻ ക്യാപിറ്റൽ വെച്ചാൽ ഡ്രോയിങ്സ് നടത്തി അല്ലെ. ഓണർ ഡ്രോയിങ്സ് നടത്തിയാൽ നമ്മൾ എന്താ ചെയ്യുക? ഡ്രോയിങ്സ് അക്കൗണ്ട് ടു, ഇപ്പൊ ക്യാഷ് ആയിട്ടാണ് നടത്തിയെങ്കിൽ ടു ക്യാഷ്. അപ്പം ഡ്രോയിങ്സ്, അവിടെ ഡ്രോയിങ്സ് വഴി ആ ഓണറിന്റെ ക്യാപിറ്റൽ കുറഞ്ഞതുകൊണ്ട് അതിനെ ഡെബിറ്റ് ചെയ്യും ടു ക്യാഷ്. ടു ക്യാഷ് എന്ന് വെച്ചാൽ എന്താ പറയുക? അസറ്റ് അല്ല, നമ്മുടെ ക്യാഷ് കൊണ്ടുപോയില്ലേ. ഓണർ ഡ്രോയിങ്സ് ചെയ്തതോടെ അയാളുടെ ക്യാപിറ്റലും കുറഞ്ഞു, ആ ക്യാഷ് എന്നുള്ള അസറ്റും കുറഞ്ഞതുകൊണ്ട് അസറ്റ് കുറഞ്ഞതുകൊണ്ട് എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. അടുത്തത് ഫോർ ഇൻകം. ഡിഗ്രീസ് ഇൻ ഇൻകം ഡെബിറ്റ് ചെയ്യുക, ഇൻക്രീസ് ഇൻ ഇൻകം ക്രെഡിറ്റ് ചെയ്യുക. ഇത് എക്സാമ്പിൾ പറഞ്ഞാൽ നമുക്ക് കമ്മീഷൻ റിസീവ് ചെയ്യുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക? ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു കമ്മീഷൻ. ആ കമ്മീഷൻ എന്നുള്ള ഇൻകം നമുക്ക് കൂടുന്നു, അതുകൊണ്ട് അതിനെ ക്രെഡിറ്റ് ചെയ്യുന്നു. മനസ്സിലായോ? അതേപോലെ ഫോർ എക്സ്പെൻസസ്, ഇൻക്രീസ് ഇൻ എക്സ്പെൻസസ് നമ്മൾ ഡെബിറ്റ് ചെയ്യും, ഡിഗ്രീസ് ഇൻ എക്സ്പെൻസസ് നമ്മൾ എന്ത് ചെയ്യും? ക്രെഡിറ്റ് ചെയ്യും. സാലറി എക്സ്പെൻസ് അല്ലേ, സാലറി കൂടുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അതിനെ ഡെബിറ്റ് ചെയ്യണം. സാലറി പേ ചെയ്യുമ്പോൾ ക്യാഷ് പോകും, ക്യാഷ് പോയി കഴിഞ്ഞാൽ ക്യാഷ് പോയി എന്താ? ഡിഗ്രീസ് ഇൻ അസറ്റ്, അതിനെ എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. ഇങ്ങനെയാണ് അമേരിക്കൻ അപ്രോച്ചില് റൂൾ ഓഫ് ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് പറയുന്നത്. ഇത് ശരിക്കും മനസ്സിലാക്കിയിരിക്കണം. ഇത് ക്വസ്റ്റ്യൻസ് ചോദിച്ച ഇതുണ്ട്, കാരണം അസറ്റിന്റെ റൂൾ എങ്ങനെയാണ്, അത് ആ റൂൾ ഒന്ന് ശ്രദ്ധിച്ചിരിക്കണം കേട്ടോ. നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് എന്താണ്? ബ്രിട്ടീഷ് അപ്രോച്ച് ഓർ ഡബിൾ എൻട്രി സിസ്റ്റം. ഇതിനകത്ത് നമ്മൾ നേരത്തെ പറഞ്ഞില്ലായിരുന്നു, അക്കൗണ്ട്സിനെ ഡിവൈഡ് ചെയ്യുന്ന പേഴ്സണൽ അക്കൗണ്ട്, റിയൽ അക്കൗണ്ട്, നോമിനൽ അക്കൗണ്ട് എന്ന് പറഞ്ഞ് നമ്മൾ നേരത്തെ പഠിച്ചില്ലായിരുന്നോ? അതെവിടെയാണ്? പേഴ്സണൽ അക്കൗണ്ടിന്റെ റൂള് ഡെബിറ്റ് ദ റിസീവർ ഓർ ഹു ഓസ് ടു ബിസിനസ്, ക്രെഡിറ്റ് ദ ഗിവർ ഓർ ടു ഹും ബിസിനസ് ഓസ്. അതായത് ഡെബിറ്റ് ദ റിസീവറെ ഡെബിറ്റ് ചെയ്യുക, ക്രെഡിറ്റ് ദ ഗിവറിനെ ക്രെഡിറ്റ് ചെയ്യുക. അതാണ് പേഴ്സണൽ അക്കൗണ്ടില് പറയുന്നത്. അതുപോലെ റിയൽ അക്കൗണ്ട് ഇതിന് ഈ പേഴ്സണൽ അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ക്യാപിറ്റൽ കൊണ്ടുവരുമ്പോ എന്താ? ആരാ ഗീവർ? ഓണർ ഗീവർ അല്ലേ. അപ്പൊ ക്യാപിറ്റൽ നമ്മൾ ക്രെഡിറ്റിൽ കാണിക്കില്ലേ? അങ്ങനെയൊക്കെയാണ് കേട്ടോ ഇതിന്റെ അപ്ലൈ ചെയ്യേണ്ടത്. റിയൽ അക്കൗണ്ട് എന്ന് വെച്ചാൽ ഡെബിറ്റുമായിട്ട് കംസ് ഇൻ ടു ബിസിനസ്, ക്രെഡിറ്റുമായിട്ട് ഗോസ് ഔട്ട് ഓഫ് ബിസിനസ്. എന്താ അത്? ബിസിനസ്സിലേക്ക് വരുന്നതെല്ലാം ഡെബിറ്റ് ചെയ്യുക, ബിസിനസ്സിൽ നിന്ന് പോകുന്നതെല്ലാം ക്രെഡിറ്റ് ചെയ്യുക. ക്യാഷ് കൊടുത്ത് ഫർണിച്ചർ വാങ്ങി, ഫർണിച്ചറിനെ ഡെബിറ്റ് ചെയ്യണം, ബിസിനസ്സിലേക്ക് വരുന്നു, ക്യാഷ് പോയി, സോ ക്രെഡിറ്റ് ചെയ്യണം. അതാണ് ഇവിടെ പറഞ്ഞത്. റിയൽ അക്കൗണ്ട് എന്ന് വെച്ചാൽ എന്തായിരുന്നു? അസറ്റുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള അക്കൗണ്ട് ആണല്ലേ നമ്മൾ പറഞ്ഞത്. അടുത്തതാണ് നോമിനൽ അക്കൗണ്ട്. നോമിനൽ അക്കൗണ്ട് ഈ പറഞ്ഞത് ഡെബിറ്റ് ഓൾ എക്സ്പെൻസസ് ഓർ ലോസസ്, ക്രെഡിറ്റ് ഓൾ ഇൻകം ഓർ ഗെയിൻസ്. ഇത് സെയിം. നമ്മൾ എന്താ പറഞ്ഞ? എക്സ്പെൻസിനെ ഒക്കെ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഡെബിറ്റ് ചെയ്യും. അതേപോലെ ഇൻകത്തെ നമ്മൾ എന്ത് ചെയ്യുന്ന പറഞ്ഞത്? ക്രെഡിറ്റ് ചെയ്യും. ഇതാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, മനസ്സിലായില്ലേ? നെക്സ്റ്റ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, കാരണം അക്കൗണ്ടിങ്ങിന്റെ ബേസ് ആണ് ഇത്. എന്ത്? അക്കൗണ്ടിങ് ഇക്വേഷൻ. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് depends on accounting equation which is also known as balance sheet equation. അക്കൗണ്ടിങ് ഇക്വേഷന്റെ മറ്റൊരു പേരാണ് എന്ത്? ബാലൻസ് ഷീറ്റ് ഇക്വേഷൻ. അക്കൗണ്ടിങ്ങിന്റെ ബേസിക് പ്രിൻസിപ്പിൾ ആണ് അക്കൗണ്ടിങ് ഇക്വേഷൻ. ഇതൊരു ബിസിനസിന്റെ അസറ്റ്, ലയബിലിറ്റീസ്, ക്യാപിറ്റൽ തമ്മിലുള്ള റിലേഷൻ ആണ് കാണിക്കുന്നത്. The basic accounting equation is asset is equal to liabilities plus capital. ഒരു ബിസിനസിന്റെ അസറ്റും ലയബിലിറ്റീസും ക്യാപിറ്റലും തമ്മിലുള്ള റിലേഷൻ ആണ് ഇവിടെ അക്കൗണ്ടിങ് ഇക്വേഷനിൽ കാണിക്കുന്നത്. ഇത് ജസ്റ്റ് നമുക്ക് അത് കണ്ടോ, മാറ്റി മറിച്ചിടുന്നുണ്ടോ? ക്യാപിറ്റൽ ഈസ് ഈക്വൽ ടു അസറ്റ് മൈനസ് ലയബിലിറ്റീസ്, ഓർ ലയബിലിറ്റീസ് ഈസ് ഈക്വൽ ടു അസറ്റ് മൈനസ് ക്യാപിറ്റൽ. അസറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ബിസിനസിന്റെ എല്ലാ ആസ്തികളും ഉൾക്കൊള്ളുന്നതാണ് അസറ്റ്. അസറ്റ് എന്താ നമുക്ക് മനസ്സിലായില്ല, നമുക്കറിയില്ലേ? ക്യാഷ്, ബിൽഡിംഗ്, മെഷീനറി എക്സെട്ര. ഈ ലയബിലിറ്റീസോ ബിസിനസിന് പുറത്തുള്ളവരോടുള്ള ബാധ്യതയാണ് ലയബിലിറ്റീസ്. ബാങ്ക് ലോണ്, അതുപോലെ ബാങ്ക് ലോണ്, ഡിബഞ്ചർ, പുറത്തുനിന്ന് നമ്മുടെ ബിസിനസിന്റെ ഉള്ളിൽ നിന്നല്ല, അത് പുറത്തു നിന്നുള്ളവരിൽ നിന്നുള്ള നമ്മുടെ ബാധ്യതയാണ് ലയബിലിറ്റീസ്. ഇനി ക്യാപിറ്റൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ?
ബിസിനസിന്റെ ഓണർ നിക്ഷേപിച്ച തുക, നമ്മൾ ബിസിനസ് തുടങ്ങുമ്പോൾ ഓണർ കൊണ്ടുവരുന്ന ഒരു തുകയില്ലേ, പ്ലസ് റീറ്റെയിൻഡ് പ്രോഫിറ്റ്. റീറ്റെയിൻഡ് പ്രോഫിറ്റ് എന്ന് വെച്ചാൽ നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് തയ്യാറാക്കി ഇപ്പൊ ഒരു പ്രോഫിറ്റ് ആണ് കിട്ടിയത്. ഈ പ്രോഫിറ്റ് നമ്മൾ എന്ത് ചെയ്യും? ഒന്നെങ്കിൽ ബിസിനസ്സിനെ റിട്ടേൺ ചെയ്യും, അല്ലെങ്കിൽ എന്ത് ചെയ്യും? അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. അങ്ങനെ റീറ്റെയിൻ ചെയ്ത് വെച്ചിരിക്കുന്ന പ്രോഫിറ്റും കൂടി കൂട്ടിയിട്ടാണ് എന്ത് നമ്മൾ പറയുന്നത്? ക്യാപിറ്റൽ പറയുന്നത്. അക്കൗണ്ട് ഇക്വേഷൻ എപ്പോഴും ബാലൻസ്ഡ് ആയിരിക്കും. അതായത് അസറ്റ് ഈസ് ഈക്വൽ ടു, അതായത് ഈ അസറ്റിന്റെ സൈഡും ഇപ്പുറത്തെ ലയബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ സൈഡും ഈക്വൽ ആയിരിക്കും. അതാണ് അത് എപ്പോഴും ബാലൻസ്ഡ് ആയിരിക്കും എന്ന് പറയുന്നത്. ഇനി നമ്മൾ പറയുന്നത് ബേസിസ് ഓഫ് അക്കൗണ്ടിങ് ആണ്. The basis of accounting refers to the method used to record income and expenses in the books of accounts. അക്കൗണ്ടിങ് ചെയ്യുന്നത് വിവിധ രീതികളിലാണ്. അത് നമുക്ക് ഇപ്പൊ മൂന്നായിട്ട് തരംതിരിക്കാവേ. It determines when transactions are recognized. എപ്പോഴാണ് ഒരു ട്രാൻസാക്ഷനെ റെക്കഗ്നൈസ് ചെയ്യേണ്ടതെന്നാണ് ഈ ബേസിസിൽ പറയുന്നത്. ഇത് 3 തരത്തിലുണ്ട്. ഒന്നാമത്തേതാണ് ക്യാഷ് ബേസിസ്, രണ്ടാമത്തേത് അക്രൂവൽ ഓർ മെർക്കന്റൈൽ ബേസിസ്, മൂന്നാമത്തേതാണ് ഹൈബ്രിഡ് ഓർ മിക്സഡ് ബേസിസ്. ഒന്നാമത്തേത് ക്യാഷ് ബേസിസ് ആണ് പറയുന്നത്. ട്രാൻസാക്ഷൻസ് ആർ റെക്കോർഡ് ഓൺലി വെൻ ക്യാഷ് ഈസ് ആക്ച്വലി റിസീവ്ഡ് ഓർ പെയ്ഡ്. അല്ലേ? എന്താണ് അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. ക്യാഷ് ബേസിസ് എന്ന് പറഞ്ഞാൽ ക്യാഷ് കിട്ടുമ്പോഴും കൊടുക്കുമ്പോഴും മാത്രം ട്രാൻസാക്ഷൻസിനെ റെക്കോർഡ് ചെയ്യുന്നു. അതെ അല്ലേ? നമ്മുടെ കയ്യിൽ നിന്ന് ക്യാഷ് പോയാലോ വന്നാലോ അത് മാത്രമേ നമ്മൾ ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുള്ളൂ. ഇതൊരു സിമ്പിൾ മെത്തേഡാണ്, പക്ഷെ ഇത് ട്രൂ ഫിനാൻഷ്യൽ പൊസിഷൻ കാണിക്കുന്നില്ല. ആ അക്കൗണ്ടിങ് ഇയറിലെ അല്ലെ ആ ഫിനാൻഷ്യൽ ഇയറിലെ എന്താ പറയുക എക്സ്പെൻസും ഇൻകം ആണ് നമുക്ക് കിട്ടുന്നതെന്ന് പറയാൻ പറ്റുമോ? ഇല്ല. കഴിഞ്ഞ കൊല്ലത്തെ ചിലപ്പോൾ കമ്മീഷനൊക്കെ ഈ കൊല്ലം കിട്ടിയിരിക്കും അല്ലേ? ഇവിടെ ക്യാഷ് ബേസിസ് ആയതുകൊണ്ട് പൈസ കിട്ടുന്ന സമയത്ത് മാത്രമേ നമ്മൾ റെക്കോർഡ് ചെയ്യുള്ളൂ. അതുകൊണ്ട് തന്നെ ഇത് ട്രൂ ഫിനാൻഷ്യൽ പൊസിഷൻ കാണിക്കുന്നില്ല. ഇവിടെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സാലറി റെക്കോർഡഡ് ഓൺലി വെൻ ഇറ്റ് ഈസ് പെയ്ഡ്. അല്ലെ? സാലറി കൊടുത്താൽ മാത്രമേ റെക്കോർഡ് ചെയ്യുള്ളൂ, അല്ലാതെ ഡ്യൂ ആയാല് ചെയ്യില്ല. സാലറി നമ്മൾ കൊടുത്താൽ മാത്രമേ അതെന്ത് ചെയ്യുള്ളൂ? റെക്കോർഡ് ചെയ്യുള്ളൂ. അടുത്ത ബേസിസ് ആണ് പറയുന്നത് എന്തായിരിക്കും? അക്രൂവൽ ബേസിസ്. മെർക്കന്റൈൽ അതിന്റെ മറ്റൊരു പേരാണ് മെർക്കന്റൈൽ ബേസിസ്. ട്രാൻസാക്ഷൻസ് ആർ റെക്കോർഡഡ് വെൻ ദേ ഒക്വയർ നോട്ട് വെൻ ക്യാഷ് ഈസ് റിസീവ്ഡ് ഓർ പെയ്ഡ്. gives a more accurate picture of income and expenses. ഇൻകം ഏൺഡ് ഓർ എക്സ്പെൻസ് ഇൻകേർഡ് ആയാൽ ഉടൻ റെക്കോർഡ് ചെയ്യും. ക്യാഷ് കിട്ടിയോ ഇല്ലയോ എന്നത് നോക്കില്ല. അല്ലെ? ഇപ്പൊ നമ്മൾ ഇപ്പം മാർച്ചിലെ സാലറി ഡ്യൂ ആയാൽ ആ മാർച്ചിൽ തന്നെ കാണിക്കുക. അത് അടുത്ത ഏപ്രിലേക്ക് നമ്മൾ കൊണ്ടുപോകുന്നില്ല. കാരണം ഈ ഫിനാൻഷ്യൽ ഇയറിൽ തന്നെ കാണിക്കുക. അത് ക്യാഷ് കിട്ടിയോ ഇല്ലയോ എന്നൊന്നും നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. ഇത് നമ്മുടെ മാച്ചിങ് കൺസെപ്റ്റ് ആയിട്ട് പാലിക്കുന്നുണ്ട്. കാരണം ഈ വർഷത്തെ റവന്യൂ ഏൺ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കുണ്ടായ എക്സ്പെൻസുകളൊക്കെ നമ്മൾ ഏത് വർഷം തന്നെ ചെയ്യണം? ഈ വർഷം തന്നെ ചെയ്യണം. ഇതിന് എക്സാമ്പിൾ ആണ് സാലറി ഈസ് റെക്കോർഡ് വെൻ ഇറ്റ് ബിക്കംസ് ഡ്യൂ ഈവൻ ഇഫ് അൺപെയ്ഡ്. സാലറി നമ്മൾ എപ്പോഴാണ് റെക്കോർഡ് ചെയ്യുന്നത്? അത് ഡ്യൂ ആകുന്ന സമയത്ത് തന്നെ റെക്കോർഡ് ചെയ്യണം. അത് പേ ചെയ്തോ ഇല്ലയോ എന്ന് നമ്മൾ നോക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. അടുത്തത് പറയുന്നതാണ് ഹൈബ്രിഡ് ഓർ മിക്സഡ് ബേസിസ്. കോമ്പിനേഷൻ ഓഫ് ബോത്ത് ക്യാഷ് ആൻഡ് അക്രൂവൽ മെത്തേഡ്സ്. സം ഐറ്റംസ് ആർ റെക്കോർഡ് ഓൺ എ ക്യാഷ് ബേസിസ്, അതർ ഓൺ ആൻ അക്രൂവൽ ബേസിസ്. ക്യാഷ് ബേസിസും അക്രൂവൽ ബേസിസും രണ്ടും ചേർന്ന രീതിയാണെന്ത്? ഹൈബ്രിഡ് ഓർ മിക്സഡ് ബേസിസ്. ഇതൊക്കെ ആ വാക്കിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടില്ലേ? ഹൈബ്രിഡ്, മിക്സഡ് ആയിട്ടുള്ളത്, രണ്ടിന്റെയും മിക്സഡ് ആണ്. ചില ഐറ്റംസ് നമ്മൾ ക്യാഷ് ബേസിസിലും മറ്റു ചിലത് അക്രൂവൽ ബേസിസിലും കാണിക്കുന്നു. ഇതിനകത്ത് മെയിൻ ആയിട്ട് പറഞ്ഞാൽ ഇപ്പൊ ഉദാഹരണം ഇത് പോയിന്റ് ആണ്. ഇൻകം ഒക്കെ കാണിക്കുന്നത് ഇൻകം ഓൺ അക്രൂവൽ ബേസിസ് ആൻഡ് എക്സ്പെൻസ് ഓൺ ക്യാഷ് ബേസിസിൽ. ഇങ്ങനെയാണ് ഇത് കാണിക്കുന്നത്. അതാണ് എന്ത് പറയുന്നത്? ഹൈബ്രിഡ് ഓർ മിക്സഡ് ബേസിസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിനെ കുറിച്ചാണ്. ഇറ്റ് ഈസ് ദ മണി സ്പെൻഡ് ഓൺ അക്വയറിംഗ് ഓർ ഇംപ്രൂവിംഗ് ലോങ് ടേം അസറ്റ് സച്ച് ആസ് ബിൽഡിംഗ്, മെഷീനറി ഓർ എക്യുപ്മെന്റ്. These expenses give a benefit for more than one accounting period. അതായത് ഒരു ഫിക്സഡ് അസറ്റ് വാങ്ങുന്നതിനോ അവയുടെ മൂല്യം വർദ്ധിപ്പിക്കുന്നതിനോ വേണ്ടി നമ്മൾ ചെലവാക്കുന്ന പണമാണ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. അത് ചിലപ്പോൾ ലോങ് ടൈം ബെനിഫിറ്റ്, അത് നമുക്ക് ലോങ് ടൈം ബെനിഫിറ്റ് ആണ് നൽകുന്നത്. അല്ലെ? ബിസിനസ്സിന് പല അക്കൗണ്ടിങ് പീരീഡിലും അതിന്റെ ബെനിഫിറ്റ് ലഭിക്കും. നമ്മൾ ഒരു അസറ്റ് വാങ്ങിയത് ഈ വർഷത്തേക്ക് മാത്രമാണ് ഉപയോഗിക്കുന്നത്? ഒരിക്കലുമല്ല. അതിപ്പോ ഒരു 5, 6, 7, 8 വർഷം വരെ നമ്മൾ ഉപയോഗിക്കും. അല്ലെ? അതാണ് പറഞ്ഞത്. അതിന്റെ ബെനിഫിറ്റ് പല പീരീഡുകളിലായിട്ട് നമുക്ക് കിട്ടും.
ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ അസറ്റ് ആയിട്ടാണ് റെക്കോർഡ് ചെയ്യുന്നത്. ഇറ്റ് ഇസ് നോട്ട് ആൻ എക്സ്പെൻസ്. അത് ഇമ്പോർട്ടന്റ് ആണ്. കാരണം ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് ഒരിക്കലും ഒരു എക്സ്പെൻസ് അല്ല. കാരണം നമ്മൾ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്തിനാണ് നടത്തുന്നത്? അസറ്റ് വാങ്ങാന്, അല്ലെ? ലോങ് ടൈം ഫിക്സഡ് അസറ്റുകൾ വാങ്ങാനും അവയുടെ മൂല്യം വർദ്ധിപ്പിക്കാനും വേണ്ടിയിട്ടാണ്. അപ്പം അതെന്താണ്? അസറ്റ് ആണ്. ബാലൻസ് ഷീറ്റില് നമ്മളിപ്പോ ഒരു അസറ്റ് വാങ്ങി അത് എവിടെയാ കാണിക്കുന്നത്? ബാലൻസ് ഷീറ്റിലെ അസറ്റ് സൈഡില്. അതൊരു എക്സ്പെൻസ് ആണോ? ഒരിക്കലും അല്ല. ഇതാണ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറുമായിട്ട് പറയുന്നത്. എക്സാമ്പിൾ നോക്കൂ, അല്ലെ? പർച്ചേസ് ഓഫ് ലാൻഡ്, മെഷീനറി ഓർ കൺസ്ട്രക്ഷൻ ഓഫ് എ ബിൽഡിംഗ് ആഡഡ് ടു ദ അസറ്റ് വാല്യൂ ഇൻ ദ ബാലൻസ് ഷീറ്റ്. ഇപ്പൊ നമ്മളൊരു മെഷീനറി വാങ്ങി, മെഷീനറി എന്താ നമ്മൾ ചെയ്യുന്നത്? ബാലൻസ് ഷീറ്റിലെ അസറ്റ് സൈഡിലെ മെഷീനറിയുടെ വാല്യൂ കാണിക്കുന്നു. ഇതൊരു ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. നമ്മൾ പൈസ മുടക്കി മെഷീനറി വാങ്ങി, ആ മെഷീനറി എന്നുള്ള സാധനത്തിനെ നമ്മൾ അസറ്റ് ആയിട്ട് കാണിക്കുന്നു. ഇതാണ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. അടുത്തത് പറഞ്ഞാണ് റവന്യൂ എക്സ്പെൻഡിച്ചർ. ഇറ്റ് ഈസ് the money spent on the day-to-day running of the business. This expense provide benefits only for the current accounting period. ബിസിനസിന്റെ ഡേ ടു ഡേ പ്രവർത്തനങ്ങൾ ശരിയായ രീതിയിൽ നടക്കാൻ അഥവാ വരുമാനം നേടാൻ ചെലവാക്കുന്ന പണമാണ് റവന്യൂ എക്സ്പെൻഡിച്ചർ. ഇതിന്റെ ബെനിഫിറ്റ് എങ്ങനെയായിരിക്കും? ഷോർട്ട് ടൈം ബെനിഫിറ്റ് ആയിരിക്കും. കറന്റ് അക്കൗണ്ടിംഗ് പീരീഡിൽ മാത്രമേ ഇതിന്റെ ബെനിഫിറ്റ് നമുക്ക് കിട്ടുള്ളൂ, അല്ലേ? കാരണം ഡേ ടു ഡേ ഓപ്പറേഷന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ റവന്യൂ എക്സ്പെൻഡിച്ചറിനെ നമ്മൾ എന്തായിട്ട് കാണിക്കുന്നത്? എക്സ്പെൻസ് ആണ്. അത് എക്സ്പെൻസ് ആയതുകൊണ്ട് അത് എവിടെയാണ് റെക്കോർഡ് ചെയ്യുന്നത്? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലെ എക്സ്പെൻസ് ആയിട്ടാണ് അത് റെക്കോർഡ് ചെയ്യുന്നത്. ഈ റവന്യൂ എക്സ്പെൻഡിച്ചറിന് എക്സാമ്പിൾ ആണ് നമ്മൾ റെന്റ് പേ ചെയ്യുന്നു, സാലറി പേ ചെയ്യുന്നു, റിപ്പയർസ് നടത്തുന്നു, അങ്ങനത്തെ നമ്മൾ ഷോർട്ട് ടൈം ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളില്ലേ? അതായത് ഈ മാസത്തെ റെന്റ് കൊടുക്കുന്നത് എപ്പോഴത്തേക്ക്? ഈ വർഷത്തെ കാര്യങ്ങൾ നടക്കാൻ വേണ്ടിയിട്ടല്ലേ? റെന്റ് ഒക്കെ എന്താ പറയാ, റെക്കറിംഗ് നേച്ചർ ആണ്. അത് എപ്പോഴും കൊടുക്കണം. ഇതാണ് റവന്യൂ എക്സ്പെൻഡിച്ചർ പറയുന്നത്. അടുത്തതാണ് ഡിഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ. ഡിഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ refers to expense that are revenue in nature but whose benefit are expected to last for several accounting period. The full amount is not written off in the same year. Instead, it is spread over few years. ചില ചെലവുകൾ നമ്മൾ ആദ്യം അസറ്റ് ആയിട്ട് കാണിക്കും, പിന്നീട് പല അക്കൗണ്ടിംഗ് പീരീഡുകളിൽ ചെറിയ തോതിൽ എക്സ്പെൻസ് ആയി ഇത് റൈറ്റ് ഓഫ് ചെയ്യുകയും ചെയ്യും. ഇതാണ് എന്ത് പറയുന്നത്? ഡിഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞില്ലേ, ഇറ്റ് ഈസ് ഷോൺ ആസ് ആൻ അസറ്റ് ഓൺ ദി ബാലൻസ് ഷീറ്റ് അൺടിൽ ഫുള്ളി റിട്ടൺ ഓഫ്. ഇതിന്റെ എക്സാമ്പിൾ ആണ് ഹെവി അഡ്വർടൈസ്മെന്റ് എക്സ്പെൻസ്, പ്രിലിമിനറി എക്സ്പെൻസ് ആണ്, സ്റ്റാർട്ടപ്പ് അതിന്റെ മുമ്പുള്ള എക്സ്പെൻസ് ആണ്, പിന്നെ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് എക്സ്പെൻസ്. ഇതിന്റെ ഒക്കെ പ്രത്യേകത വെച്ചാൽ ഇതൊരു ഹ്യൂജ് എമൗണ്ട് ആണ്. പ്രിലിമിനറി എക്സ്പെൻസ് പറഞ്ഞാൽ ഒരു ഹ്യൂജ് എമൗണ്ട് ആണ്. അത് ഒരു വർഷത്തെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് നമുക്ക് ട്രാൻസ്ഫർ ചെയ്ത് റൈറ്റ് ഓഫ് ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ ചെയ്താൽ നമുക്ക് ഉറപ്പായിട്ടും ലോസ് ആയിരിക്കും ഉണ്ടാകുക, കാരണം അതൊരു ഹ്യൂജ് എമൗണ്ട് ആണ്. അതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചാല് ഈ പ്രിലിമിനറി എക്സ്പെൻസിനെ, ഇങ്ങനത്തെ എക്സ്പെൻസുകൾ എന്ത് ചെയ്യുന്നറിയാവോ? ബാലൻസ് ഷീറ്റിൽ തൽക്കാലം അസറ്റ് സൈഡിൽ കാണിക്കും. എന്നിട്ട് ഓരോ അക്കൗണ്ടിംഗ് പീരീഡിൽ കുറേശ്ശെ എടുത്തിട്ട് P&L അക്കൗണ്ടിലേക്ക് മാറ്റും, അതായത് റൈറ്റ് ഓഫ് ചെയ്യും. ഇതാണ് ഡിഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചറിൽ പറയുന്നത് കേട്ടോ. റവന്യൂ എക്സ്പെൻസസ് വിത്ത് ലോങ് ടൈം, അതുകൊണ്ട് തന്നെ ഡിഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് വെച്ചാൽ അതൊരു റവന്യൂ എക്സ്പെൻസ് ആണ് വിത്ത് ലോങ് ടൈം ബെനിഫിറ്റ്. പ്രിലിമിനറി എക്സ്പെൻസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ വർഷത്തേക്ക് മാത്രം കിട്ടുന്നതാണോ? അല്ല, ലോങ് ടൈം ബെനിഫിറ്റ് ആണ്. അതേപോലെ അഡ്വർടൈസ്മെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വർഷത്തേക്ക് മാത്രമാണ് നമ്മുടെ സെയിൽസിനെ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളെ അഫക്ട് ചെയ്യുന്നത്? അല്ല, ലോങ് ടൈമിലേക്ക്. അതാണ് പറയുന്നത് നമുക്ക് ലോങ് ടൈം ബെനിഫിറ്റ് കിട്ടും. റൈറ്റ് ഓഫ് ഓവർ എ ഫ്യൂ ഇയേഴ്സ് ഇൻസ്റ്റെഡ് ഓഫ് 1 year. ഇത് 1 year കൊണ്ട് റൈറ്റ് ഓഫ് ചെയ്യുന്ന കാര്യമല്ല, അങ്ങനെ നമുക്ക് റൈറ്റ് ഓഫ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ കുറെ വർഷങ്ങൾ എടുത്താണ് നമ്മൾ ഇതെന്ത് ചെയ്യുന്നത്? റൈറ്റ് ഓഫ് ചെയ്യുന്നത്. ഇതാണ് ഡിഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ. അടുത്തത് പറയുന്നത് ക്യാപിറ്റൽ റെസിപ്റ്റ്. Money received from non-recurring sources. It either creates a liability or reduces an asset not related to normal business operation. ക്യാപിറ്റൽ റെസിപ്റ്റ് എന്ന് പറയുന്നത് ബിസിനസ് ഓപ്പറേഷനുമായി നേരിട്ട് ബന്ധമില്ല. എന്നാല് ഫോർ എക്സാമ്പിൾ പറയുന്നത് നമ്മൾ ലോൺ എടുക്കുന്നത്, ഷെയർ ഇഷ്യൂ ചെയ്യുന്നത്, സെയിൽ ഓഫ് അസറ്റ് മുതലായവ മൂലം ലഭിക്കുന്ന വരുമാനം അത് റെക്കറിംഗ് ആണ്. നമ്മൾ എപ്പോഴും പോയി ലോൺ എടുക്കുക, അതേപോലെ എപ്പോഴും നമ്മൾ ഷെയർ ഇഷ്യൂ ചെയ്യുമോ, കൂടെ നമ്മൾ അസറ്റ് വിൽക്കുമോ? ഇല്ല, റെക്കറിംഗ് അല്ല. അതേപോലെ എന്താ പറയുക, ഇത് ബിസിനസിന്റെ ഓപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ടതാണ്. നമ്മുടെ ബിസിനസിന്റെ മെയിൻ പരിപാടി ലോൺ എടുക്കലാണ്, അങ്ങനെയാണോ? അല്ല. അതാണ് ക്യാപിറ്റൽ റെസിപ്റ്റ് പറയുന്നത്.
ഇവ കാണിക്കുന്നത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിൽ ബാലൻസ് ഷീറ്റ് ലയബിലിറ്റീസ് അല്ലെങ്കിൽ ക്യാപിറ്റൽ അക്കൗണ്ടിലാണ് എന്ത് കാണിക്കുന്നത്? ക്യാപിറ്റൽ റെസിപ്റ്റ് കാണിക്കുന്നത്. നമ്മുടെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എവിടെയായിരുന്നു കാണിക്കുന്നത്? ബാലൻസ് ഷീറ്റിന്റെ അസറ്റ് സൈഡിൽ. അതേപോലെ ക്യാപിറ്റൽ റെസിപ്റ്റ് കാണിക്കുന്നത് ഒന്നെങ്കിൽ ലയബിലിറ്റീസിൽ അല്ലെങ്കിൽ ക്യാപിറ്റൽ അക്കൗണ്ടിൽ. അതായത് ഇപ്പൊ ഷെയർ ഇഷ്യൂ ചെയ്തിട്ടുണ്ട്, എന്താ പറയുക, നമ്മുടെ ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്യും. നമുക്ക് പൈസ ഇട്ട് നമ്മുടെ ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്യും അല്ലേ? അപ്പൊ നമ്മളത് ക്യാപിറ്റൽ കാണിക്കും. അതേപോലെ ഒരു ബാങ്ക് ലോൺ നമ്മൾ എടുത്തു, അത് നമ്മുടെ ലയബിലിറ്റി ഇൻക്രീസ് ആക്കും. പോട്ടെ, ഒരു സെയിൽ ഓഫ് അസറ്റ്, അതെന്ത് ചെയ്യും? നമ്മുടെ അസറ്റിനെ ഡിക്രീസ് ചെയ്യും അല്ലെ? പക്ഷെ അവിടെ ക്യാഷ് കൂടുകയും ചെയ്യും. ഇങ്ങനെ വരുന്ന ഇതിനെയാണ് പറയുന്നത് എന്ത് ക്യാപിറ്റൽ റെസിപ്റ്റ്. ഇതിന്റെ എക്സാമ്പിൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു, സെയിൽ ഓഫ് ഫിക്സ്ഡ് അസറ്റ്, ഇഷ്യൂ ഓഫ് ഷെയർസ് ഓർ ഡിബെഞ്ചേഴ്സ്, ലോൺ ടേക്കൺ. എഫക്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ബാലൻസ് ഷീറ്റിലാണ് ഇതിന്റെ എഫക്ട് കാണിക്കുന്നത്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ അല്ല. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറും അങ്ങനെയാണ്, ക്യാപിറ്റൽ റെസിപ്റ്റും അങ്ങനെയാണ്. ഇനി നമുക്ക് അടുത്ത റവന്യൂ റെസിപ്റ്റ് എന്താന്ന് പഠിക്കാം. എന്തായിരിക്കും റവന്യൂ റെസിപ്റ്റ്? മണി റിസീവ്ഡ് ഫ്രം റെഗുലർ ബിസിനസ് ആക്ടിവിറ്റീസ്. ഇറ്റ് ഡസ് നോട്ട് ക്രിയേറ്റ് എനി ലയബിലിറ്റി ഓർ റെഡ്യൂസ് എനി അസറ്റ്. റവന്യൂ റെസിപ്റ്റ് എന്ന് പറയുന്നത് ബിസിനസ് പ്രവർത്തനങ്ങളുടെ ഡേ ടു ഡേ ഓപ്പറേഷനിൽ നിന്ന് ലഭിക്കുന്ന വരുമാനമാണ്. അത് കാണിക്കുന്ന എവിടെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് എന്താന്ന് വെച്ചാൽ ഒരു ലയബിലിറ്റി ഉണ്ടാക്കുകയോ നമ്മുടെ അസറ്റിനെ കുറയ്ക്കുകയോ ഒന്നും ചെയ്യുന്നില്ല കേട്ടോ. അത് നോർമലായിട്ട് റിക്കറിംഗ് നേച്ചറാണ്, അതായത് എപ്പോഴും സംഭവിക്കുന്ന കാര്യമാണ്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലാണ് ഇത് റെക്കോർഡ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ക്യാഷ് സെയിൽസ്, അത് നമ്മുടെ ബിസിനസിന്റെ ഓപ്പറേഷനായിട്ട് ബന്ധപ്പെട്ട സാധനമല്ലേ, നമ്മുടെ ഗുഡ്സ് വിൽക്കുന്നു, അത് നമ്മൾ എപ്പോഴും വിൽക്കുന്നില്ലേ, അതാണ് റെക്കറിംഗ് നേച്ചറാണ്. അതേപോലെ നമ്മുടെ ബിസിനസിന്റെ ഓപ്പറേഷനായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന കാര്യമാണ്. അതേപോലെ കമ്മീഷൻ റിസീവ് ചെയ്യുന്നത്, അത് നമ്മൾ എപ്പോഴും ചിലപ്പോൾ കമ്മീഷൻ കിട്ടില്ലേ, അതാണ് ഇവിടെ പറയുന്നത്. അതേപോലെ റെന്റ് റിസീവ് ചെയ്യുന്നത്, ഇൻട്രസ്റ്റ് റിസീവ്ഡ് അല്ലെ. ഇവിടെ റവന്യൂ റെസിപ്റ്റ് ആയതുകൊണ്ടാണ്, റെസിപ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ പറയുന്നത്, നമുക്ക് ക്യാഷ് ഇങ്ങോട്ട് കിട്ടുന്ന അല്ലെ, അത് റെക്കോർഡ് ചെയ്യുന്നത് എവിടെയാണ്? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ. ഇനി ക്യാഷ് റെസിപ്റ്റ് എന്ന് പറഞ്ഞാൽ ഓർക്കുക, നോൺ റെക്കറിംഗ് ആണ്, അത് അഫക്ട് ചെയ്യുന്നത് എവിടെയാണ്? ബാലൻസ് ഷീറ്റിൽ. മനസ്സിലായി? ഓർമ്മയില്ലേ? അടുത്തത് റവന്യൂ റെസിപ്റ്റ്, അത് റെക്കറിംഗ്. ക്യാപിറ്റൽ റെസിപ്റ്റ് നോൺ റെക്കറിംഗ് എന്നല്ലേ പറഞ്ഞേ? റവന്യൂ റെസിപ്റ്റ് എന്താ? റെക്കറിംഗ് ആൻഡ് അഫക്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. അപ്പം ഇന്നത്തെ വീഡിയോയില് അക്കൗണ്ടിങ്ങിന്റെ ബേസിക്, ട്രാൻസാക്ഷൻ, എക്സ്പെൻഡിച്ചർ ആൻഡ് റെസിപ്റ്റ്സ്, അക്കൗണ്ടിങ് ഇക്വേഷൻ എന്നിവയൊക്കെയാണ് നമ്മൾ പഠിച്ചത്. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. വീഡിയോ ഉപകാരപ്രദമാണെന്ന് തോന്നിയാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. അതുവരെ താങ്ക് യു ആൻഡ് ഹാപ്പി ലേണിംഗ്.